മേഡം, ഇവിടെ ഇവിടെ ഇപ്പൊ ഈ പാറത്തോട്ടം കർഷക വികസന സമിതി എന്ന് പറഞ്ഞത് ഒരു സന്നദ്ധ സംഘടനയാണ്. 88 രജിസ്റ്റർ ചെയ്തതാണ്. അവരുടെ പേരിൽ ഇപ്പൊ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ മാത്രം 120 കേസും തലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് 40-40ഓളം കേസുണ്ട്. പറയൂ 40ഓളം കേസുണ്ട്. മാത്രല്ല ഈ സംഘടന ഒരുപാട് കാലങ്ങളായി ആളുകളെ ഇങ്ങനെ പല വിധത്തിലും ഓരോ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൗസിംഗ് ബോർഡിന്റെ കുറെ ആളുകളെ പറ്റിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്കീം വരുന്നത്. ഇത് പറ്റിച്ചു. കഴിഞ്ഞപ്പോ പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കുകാരെ ആന്ധ്രയിൽ പോയി പറ്റിച്ചു. അങ്ങനത്തെ ഒരു സന്നദ്ധ സംഘടനയാണ് ഇവിടെ ഉള്ളത്. ഈ അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് തന്നെയാണതും. അത് തന്നെ. അവര് സ്കൂട്ടിയുടെ മാത്രം തന്നെ 240 പരാതി പോലീസ് സ്റ്റേഷനിലും 12ഓളം പരാതി തലപ്പുഴ പോലീസ് സ്റ്റേഷനിലും പിന്നെ ഈ പാറത്തോട്ടം കർഷക വികസന സമിതി എന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനയുടെ പേരിൽ മാത്രം ആളുകൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും നാളെ മറ്റന്നാളുകളായിട്ട് ആളുകൾ കൊടുക്കും. ഏകദേശം എത്ര പരാതിക്കാരുണ്ടെന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കാനായത്? 500ഓളം പരാതിക്കാരുണ്ടാവും. പോലീസ് എന്താണ് ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പോലീസ് അവരെ വിളിപ്പിച്ചിരുന്നു. പോലീസ് അദ്ദേഹത്തെ വിളിപ്പിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു സ്ഥലം വിറ്റിട്ട് 2 അടുത്തോളാന്ന് പറഞ്ഞു. ഇതിന്റെ ഈ കോർഡിനേറ്റർമാരെ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? അടുത്ത ആളുകളായി പരാതിക്കാർക്ക് ഈ കോർഡിനേറ്റർമാരെ ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? വിളിച്ചിട്ട് 4 ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്, കിട്ടുന്നില്ല എന്നാ പറയുന്നത്. ഏതായാലും പോലീസ് നടപടി എടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ശരിക്കും പറഞ്ഞാൽ ആസൂത്രിത കള്ളന്മാരാണ്, തിരിയുന്നില്ല. കാരണം ഇവര് എന്തോ മേലെന്ന് പറ്റിയ അബദ്ധത്തിന്റെ എന്തോ കണ്ണികളാണെന്ന് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. അതുകൊണ്ട് ഇവർ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വാസ്തവത്തിന് മേലെയല്ല, ഇവർ ആസൂത്രണം ചെയ്ത ഏർപ്പാടാണ്. 88-ൽ തുടങ്ങിയ ഒരു സന്നദ്ധ സംഘടന. ശരി, ശ്രീ ജോസ് പാറയ്ക്കൽ, ഏതായാലും നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളായി 34,000-ഓളം പരാതികൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പെട്ടതായിരിക്കണം ഒരുപക്ഷെ താങ്കൾ പറയുന്ന പരാതികളും. വളരെ വേഗത്തിൽ തന്നെ നടപടിയെടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. മാഡം, ഒരു മിനിറ്റ്, ഞാനത് ഈ പരാതി അതിൽ വരുന്നതാണ്. പക്ഷെ ഇതിനു മുമ്പുള്ള ഒരു 10 കൊല്ലമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്നതിന് പുറകിൽ അന്വേഷിച്ചാൽ വലിയ ഒരു ചുരുള ഇഴിഞ്ഞു വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിന് കുറെ തെളിവുകൾ തന്നെ എടുത്തുണ്ട്. ശരി, താങ്കളെ ബന്ധപ്പെടാൻ അവിടെ നിന്നും ബ്യൂറോയിൽ നിന്നും ബന്ധപ്പെടാൻ പറയാം. വളരെ നന്ദി ജോസ് പ്രതികരിച്ചത്.